എല്ലാവർക്കും നമസ്കാരം. ഭാരതദർശനത്തിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഈ ഒരു വീഡിയോ കുറച്ച് നാളായി ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റി വീണ്ടും ചില ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവം തന്നെ കൊണ്ടുവരാമെന്ന്. അതായത് ആത്മഹത്യ ചെയ്യുന്നവരുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൺവിൻസിങ് അല്ലാത്തവര്, നല്ല മഴയുണ്ട് വെളിയിൽ, അതിന്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്തേ പറ്റും, ഇനി സമയം കിട്ടില്ല. അപ്പോ അത് ആ ഒരു എന്താ പറയാ കാര്യം കൺവിൻസിങ് അല്ലാത്തതുകൊണ്ട് ഞാൻ 2 എക്സ്പീരിയൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ, ആത്മഹത്യ ചെയ്തവരുടെ സോളിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങളൊക്കെ മരിച്ചു പോയവരൊഴിച്ച് അവരുടെ ബന്ധുക്കളും ബാക്കി എല്ലാവരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാണ്. വെളിയേറ്റനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്, അതായത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് വെളിയേറ്റനാടാണ്. തടിക്കക്കടവ് എന്നാണ് ആ ഒരു പ്രോപ്പർ സ്ഥലത്തിന്റെ പേര്. അപ്പോൾ എൻ്റെ വീട് ആറ്റിപ്പുഴക്കാവ് ദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. ആറ്റിപ്പുഴക്കാവ് ദേവീക്ഷേത്രം കഴിഞ്ഞാൽ ഒരു മന, അത് കഴിഞ്ഞാൽ എൻ്റെ വീട്. അപ്പോൾ ചെറുപ്പം മുതലേ ദേവിയാണ് അവിടെ, ഭദ്രകാളി പ്രതിഷ്ഠയാണുള്ളത്. കൊടുങ്ങല്ലൂരമ്മയാണ് അവിടെയുള്ള സങ്കല്പം. കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ് ആറ്റിപ്പുഴക്കാവിലും, കൊടുങ്ങല്ലൂർ ഭരണിയുടെ അന്ന് തന്നെയാണ് ആറ്റിപ്പുഴക്കാവിലും ഉത്സവം. അപ്പോൾ ചെറുപ്പം മുതലേ ദേവി ഭക്തിയായിരുന്നു, ഭദ്രകാളി ദേവിയുടെ ഭക്തിയായിരുന്നു. അന്നിങ്ങനെ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസ് ഒന്നുമില്ല. പക്ഷെ എല്ലാ ദിവസവും മുടങ്ങാതെ കുളിച്ചമ്പലത്തിൽ പോയി തൊഴുതിട്ട് സ്കൂളിലേക്ക് പോകും. അപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഇത് പറയണതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഭയങ്കര ഭയമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ. എനിക്കങ്ങനെ പ്രേതങ്ങൾ അങ്ങനെ ഭയം ഇല്ലാതെ ആവാൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകാനായിട്ട് പുഴ കടന്നിട്ട് വേണം പോകാൻ. 2 സ്കൂളുകളാണുള്ളത്. ആ 2 സ്കൂളുകളും ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂള് പുഴയ്ക്കക്കരയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പേര് കൂടി ഒരുമിച്ചാണ് നടന്നു പോവുക. വഞ്ചിയെല്ലാം കിടന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നിട്ടാണ് പോവുക. സത്യത്തില് ഒരു 5 കിലോമീറ്റർ നടക്കണം, ഏകദേശം 1 മണിക്കൂർ നടക്കണം ഞങ്ങളുടെ സ്കൂളിലേക്ക് എത്താൻ. വഞ്ചിയും വെള്ളമൊക്കെ കടന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും 1.5 മണിക്കൂറാവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറേ പേര്, അതായത് ആ ഗ്രാമത്തിലെ കുട്ടികളെല്ലാവരും തന്നെ മിക്കവരും പഠിച്ചിരുന്നത് ഞങ്ങളുടെ സ്കൂളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര ബോറടി ആയിട്ട് തോന്നിയില്ല. കാരണം ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കും. അപ്പൊ ആ കൂട്ടത്തില് ഈ മനയിലെ ഒരു എൻ്റെ ചേച്ചിയുടെ കൂടെ പഠിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു, ദേവി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ദേവി മിക്ക ദിവസവും ഞങ്ങളോട് പറയുന്നത് ഈ യക്ഷികഥകളും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ കേട്ടിട്ടുള്ള ചുണ്ണാമ്പ് ചോദിക്കല്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അന്നിങ്ങനെ ടിവിയോ ഒരുപാട് മാധ്യമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും പ്രചാരമൊന്നും ആയിട്ടില്ല. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ദേവി നല്ല ഭംഗിയായിട്ട് പറഞ്ഞ് കേൾപ്പിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സ്കൂൾ എത്തും. പിന്നെ നെക്സ്റ്റ് പാർട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ പോക്ക്. അപ്പൊ ഇതൊക്കെ കേട്ട് വളർന്നതുകൊണ്ട് തന്നെ വലിയ ഭയമൊന്നും ഇതിനോടില്ല. ഇതൊക്കെ ഉണ്ട് എന്നൊരു തോന്നല് മനസ്സിലുണ്ട്. അപ്പൊ ഈ സംഭവം, ഞാൻ പറയാൻ പോകുന്ന സംഭവം നടക്കുന്നത്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് പ്രീ ഡിഗ്രിയാണ്. അപ്പം ഞാൻ പഠിക്കുന്നത് ആലുവയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിലാണ്. അവിടേക്കും ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അപ്പം ചിലപ്പോൾ UC വരെയൊക്കെ നടന്നിട്ട് അവിടെ നിന്ന് ബസ് കിട്ടി പോകേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അന്നും ഇന്നും ആ ഗ്രാമത്തിലേക്ക് ബസ് സർവീസ് കുറവാണ്. കാരണം ആൾക്കാരെ കുറവാണ് അവിടെ. ഇപ്പോഴാണ് കുറച്ചും കൂടെ ആൾക്കാരുണ്ടായത്. അപ്പോൾ അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് 2 പേര് ഞങ്ങളുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പം, ഞങ്ങളുടെ വീടൊക്കെ ഒരു നീളത്തിൽ ഒരു ഭൂപ്രദേശത്തിലാണ് വീടുകളുള്ളൂ. അതിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ തട്ടായിട്ട് പറമ്പുണ്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് പെരിയാറിലാണ്. അപ്പം ഞങ്ങളുടെ എല്ലാ വീടിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് ചെന്ന് അവസാനിക്കുന്നത് പെരിയാറിലാണ്. അപ്പോൾ 1-2 ലൈൻ വീടുകൾ മാത്രമേ ഉള്ളത്. പിന്നെ ഫ്രണ്ടിൽ നേരെ അങ്ങ് അറ്റം വരെ പാടമാണ്. അത് UC കോളേജിൻ്റെ ആ ബോർഡർ വരെ ചെന്ന് അവസാനിക്കുന്ന പാടശേഖരമാണ്. ഒരു കാർഷിക ഗ്രാമമാണ് അന്ന് ഇന്നും വെളിയത്തുനാട്. അപ്പോൾ വീടുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അറിയാം. അപ്പോൾ പാടത്ത് കുറച്ച് പേരുടെ വീടുകളേ ഉള്ളൂ. അവര് ഈ കാർഷിക തൊഴിലാളികളാണ്. ഇപ്പുറത്തെ സൈഡിലാണ് ഞങ്ങളുടെ വീടുകൾ. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടിൻ്റെ പുഴയറമ്പിലായിട്ട് 2 പേര് മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു കേട്ട് എല്ലാവരും ഓടി പോകുന്നൊക്കെ കണ്ടു.
അമ്മ ഞങ്ങളെ ഒന്നും വിട്ടില്ല, കാണാൻ പോകണ്ടെന്ന് പറഞ്ഞു. മരിച്ചത് 2 കമിതാക്കളായിരുന്നു. ആ പെൺകുട്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ടതും ആ ആൺകുട്ടി ഹിന്ദു സമുദായത്തിൽപ്പെട്ടതും. അപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അതിന് വീട്ടുകാർ എതിർത്തതുകൊണ്ട് അവർ പിന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അവർ വിഷം കുടിച്ച് മരിച്ചു കിടന്നിരുന്നത് ഞങ്ങളുടെ പറമ്പിനോട് ചേർന്നുള്ള പുഴയറമ്പിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ അടുത്തടുത്തുള്ള കടവുകളാണ്. എല്ലാ വീടുകൾക്കും കടവുണ്ട്. അന്ന് ഞങ്ങൾക്കൊന്നും കുളിമുറി ആ സംഭവമൊന്നും ഇല്ല പൊതുവെ. എല്ലാവരും പുഴയിൽ പോയി കുളിച്ചിട്ട് വരും. അപ്പോൾ അതായത് ഞങ്ങൾ ഓടിപ്പോയി ഞങ്ങളുടെ കടവുകളുണ്ട്, അവിടെ പോയി കുളിച്ചിട്ട് വരും. അപ്പോൾ കുറേ ദിവസത്തേക്ക് അമ്മ ഞങ്ങളെ കടവിൽ കുളിക്കാനും അനുവദിച്ചില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അത് അന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഷോക്ക് പോലെ ഉണ്ട്. നാട്ടിൽ നിന്നും സംഭവിക്കാത്ത കാര്യമാണെങ്കിലും ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ സെൻറ്റ് സേവിയേഴ്സിൽ എന്താ പറയുക, സെൻറ്റ് സേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ടോപ്പ് മാർക്കുള്ള കുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്നൊരു കോളേജാണ് അന്ന് സത്യത്തിൽ. അത് സെക്കൻഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും മലയാളം മീഡിയത്തിൽ നിന്ന് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇത്രയും ഹൈ റാങ്കുള്ള, അതായത് റാങ്കുകാരൊക്കെയാണ് എൻ്റെ ക്ലാസ്സിലുള്ളത്. അതിൽ മിക്കവരും എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് അവിടുത്തെ എഞ്ചിനീയറിങ്ങിന് പോയതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഇപ്പോൾ ഡോക്ടേഴ്സാണ് എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചവർ അത്രയും. അപ്പോൾ അവരുടെ ആ ഇടയ്ക്ക് ചെന്ന് പെട്ടതുകൊണ്ട് ഞാൻ ഈ പഠിത്തത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാനും വരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ സംഭവം ഞാൻ മറന്നേ പോയി. പിന്നെ എൻട്രൻസിൻ്റെ പഠിത്തമായി 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചേർന്നു. അപ്പോൾ ഈ സംഭവം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പഠിത്തത്തിൻ്റെ തിരക്കും എൻട്രൻസിൻ്റെ പരീക്ഷയുടെ ടെൻഷനും അതൊക്കെ കൊണ്ട് ഞാൻ ഈ കാര്യം മറന്നുപോയി. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലില്ല. ഞാൻ എഞ്ചിനീയറിങ്ങിന് ചേർന്നത് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും വീട്ടിലേക്ക് വരും. ഭയങ്കര ഹോം സിക്കാണ്, പൊതുവേ എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ ട്രെയിനിലേക്ക് വന്നിട്ട് പിന്നെ തിങ്കളാഴ്ച രാവിലത്തെ ട്രെയിനിനെ പോകുള്ളൂ. ശനിയും ഞായറും 2 ദിവസം വീട്ടിൽ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരും. അങ്ങനെയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന് കിടന്നുറങ്ങുന്നത് ഒരു കട്ടിൽ ജനലിൻ്റെ അടുത്താണ്. ഞാൻ പറഞ്ഞല്ലോ ഗ്രാമപ്രദേശമാണ്. അങ്ങനെ കള്ളന്മാരുടെ ശല്യമൊന്നും അക്കാലത്തില്ല, അങ്ങനെയുള്ള ഭയങ്ങളും ഇല്ല. പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ കേട്ട് വളർന്നുകൊണ്ടൊക്കെ ആയിരിക്കും വലിയ ഭയമൊന്നും എനിക്ക് അന്നില്ല ഈ വക സംഭവങ്ങൾ. പിന്നെ തൊട്ടടുത്ത ദേവീക്ഷേത്രമാണ് ഭദ്രകാളി ക്ഷേത്രം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടേക്ക് അടുക്കില്ല എന്നൊരു വിശ്വാസം കൂടി ഉണ്ട് നമുക്ക്. അപ്പോൾ അന്ന് എന്നിട്ട് ഇങ്ങനെ ജനൽ തുറന്നിട്ടാണ് കിടന്നുറങ്ങുക ഞാൻ. ഈ എന്താ പറയുക വേനൽക്കാലമൊക്കെയാണ്. അങ്ങനെ കോളേജിൽ നിന്ന് വന്ന് കിടന്നുറങ്ങണ 1-2 സമയത്ത് എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഉറക്കത്തിൽ ആരോ എന്നെ ശല്യപ്പെടുത്തുന്നു, എന്തോ ഒന്ന് എൻ്റെ ഉറക്കം തടസ്സപ്പെടുത്തുന്നു, ആരോ എന്നെ ഒന്ന് ഉപദ്രവിക്കുന്ന പോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നലായി. ഉറക്കം ശരിയാവുന്നില്ല. അപ്പം ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അമ്മോട് പറയാൻ പോയില്ല, കാരണം പലപ്പോഴും ചേച്ചിയാണെങ്കിൽ അവിടെ ഇല്ല, പിന്നെ ചേട്ടനാണെങ്കിലും ഹോസ്റ്റലിലാണ്. ചേട്ടൻ സെയിം കോളേജിലാണ് പഠിക്കുന്നത്. ചേട്ടൻ എൻ്റെ പോലെ ഇത്ര ഹോംസിക്കല്ല, അതുകൊണ്ട് ഓടി വരാറൊന്നുമില്ല. അപ്പോൾ ഞാനാണ് കൂടുതലും വീട്ടിൽ വന്ന് നിൽക്കുന്നയാള്. അപ്പം പലപ്പോഴും അമ്മ തന്നെയായിരിക്കും. അച്ഛന് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. അച്ഛൻ ടെലിഫോൺസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ വീട്ടിലും ഉണ്ടാവില്ല. അപ്പം ഞാനതുകൊണ്ടൊക്കെയാണ് അമ്മയോട് പറയണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ എനിക്കിത് ഭയങ്കര അസ്വസ്ഥതകളായി. എനിക്ക് ഉറക്കത്തിനൊരു സുഖം കിട്ടുന്നില്ല. ഉറക്കത്തിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നി. അപ്പൊ എൻ്റെ മനസ്സിൽ തന്നെ തോന്നി ഇതൊരു വല്ലാത്ത നെഗറ്റീവ് എനർജി ആണല്ലോ എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, കോളേജിൽ പഠിക്കുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ എന്തോ ഒരു സംഭവം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ എന്താ പറയുക ജ്യോതിഷമൊക്കെ നോക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അറിവുള്ള ഒരു അമ്മയാണ് അവളുടെ. അപ്പൊ എന്നോട് പറഞ്ഞു ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലെ സർവമംഗളമംഗല്യേ എന്ന് തുടങ്ങുന്ന സ്തോത്രം ഉണ്ടല്ലോ, അത് ചൊല്ലിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് ഒരാഴ്ച ഞാനിങ്ങനെ കിടന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ വന്നു തുടങ്ങും. ആരോ എന്നെ ഇങ്ങനെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്ന പോലെയൊക്കെ ഒരു ദിവസം എനിക്കങ്ങോട്ട് തോന്നൽ വന്നു. അപ്പം ഞാൻ ഉറക്കത്തിൽ തന്നെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്നുള്ള ആ ഒരു സ്തോത്രം ചൊല്ലിക്കൊണ്ട് കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോഴേക്കും എൻ്റെ ദേഹത്തു നിന്നുള്ള ആ ഒരു കഴുത്തിൽ പിടിച്ചിരിക്കുന്നത് പോലെയുള്ള ഫീലിംഗ് ഞാൻ ശരിക്കും ഒരു വെളുത്ത രൂപം ജനലിലൂടെ പുറത്തേക്ക് പോകുന്നത് കണ്ടു. ഞാനത് ശരിക്കും കണ്ടിട്ട് പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പം ഞാൻ ആലോചിക്കും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഇതെനിക്ക് തോന്നിയതാണോ, വീണ്ടും നമുക്ക് അങ്ങനെ വരുമല്ലോ. പക്ഷെ ഇത് ഞാൻ കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ, അപ്പം ഇത് 1-2 ആഴ്ചകളായിട്ട്
ഒന്ന് രണ്ടല്ല 2-3 ആഴ്ചകളായിട്ട് ഇങ്ങനെ ശല്യമുണ്ട് എനിക്ക് നാട്ടിൽ വരുമ്പോൾ, വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ. പിറ്റേ ദിവസം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതെന്താ ഇതെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ പറയുന്നത്, നാട്ടിലെ മുഴുവനും ആ പ്രദേശത്ത് മുഴുവനും ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ആത്മാവ്, പ്രേതാത്മാവ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ ആൺകുട്ടിയെ വീട്ടുകാർ ആ ബോഡി സ്വീകരിച്ച് അവർ പ്രോപ്പറായിട്ട് മതാചാരപ്രകാരമൊക്കെ സംസ്കരിച്ചു. അതുകൊണ്ടാണോ എന്ന് അറിയില്ല. അത് ആ പയ്യനെ കൊണ്ടല്ല ശല്യം, ഈ പെൺകുട്ടിയെ കൊണ്ടാണ്. കാരണം ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം അമ്മ ഇതുപോലെ ഒറ്റയ്ക്കായിരുന്നു. അപ്പം അമ്മയുടെ ഞാൻ കിടക്കുന്ന കട്ടില് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അമ്മ കിടക്കുന്ന ഒരു കട്ടിലും ഉണ്ട്. 2 കട്ടിലുണ്ട് അവിടെ. അപ്പം ചിലപ്പോൾ അമ്മ അവിടെ വന്ന് കിടക്കാറുണ്ട്. അപ്പം അന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മ അവിടെ വന്ന് കിടന്നു ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ അമ്മ നോക്കിയപ്പോൾ ഈ കട്ടിലിൽ ഒരാൾ കിടക്കുന്ന പോലെ, ഒരു വെളുത്ത രൂപം കിടക്കുന്ന പോലെ. അമ്മ ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ ആ രൂപം പെട്ടെന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്. അമ്മയ്ക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മരിച്ചുപോയ ആ പെൺകുട്ടി. പക്ഷെ ആ സ്വന്തം പേരല്ല പറഞ്ഞത്, ഏതൊരു പയ്യനെയാണോ കല്യാണം കഴിക്കാൻ പോയത് ആ പയ്യന്റെ കുലം ചേർത്തിട്ടുള്ള ഞാൻ ആ കുലത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അങ്ങ് പോയി. അപ്പൊ അമ്മയ്ക്ക് അതിനുശേഷം അമ്മയ്ക്ക് പേടിയായിട്ട് അമ്മ ദേവി മഹാത്മ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലയിണ കീഴിൽ വെച്ച് ഉറങ്ങുന്നത്. ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ മുഴുവനും നടക്കുന്നുണ്ട്. അതായത് പലരും പല സാഹചര്യത്തിൽ കണ്ടു. ആ പെൺകുട്ടിയുടെ വീടിന്റെ, മരിച്ചുപോയ പെൺകുട്ടിയുടെ വീടിന്റെ അടുത്ത് തന്നെ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് രാത്രി പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ കണ്ട് അത് പേടിച്ച് അതിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അതിന് ട്രീറ്റ്മെന്റും അമ്പലത്തിൽ കൊണ്ടുപോക്കുകയൊക്കെ ആയി. അങ്ങനെ അപ്പൊ അമ്മ അത് എന്നോട് പറയാതിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനിത് പറഞ്ഞപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ സ്റ്റണ്ടായിപ്പോയി. എന്നിട്ട് പിന്നെ ഞാൻ ജനലടച്ചിട്ടാ കിടന്നുറങ്ങുള്ളൂ, നാമം ജപിച്ചിട്ടാ കിടന്നുറങ്ങുള്ളൂ. ഇതുപോലെ ദേവി മഹാത്മ്യമൊക്കെ അടുത്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങുക. പിന്നീട് കേട്ടു, അവരെ നാട്ടുകാരെല്ലാവരും കൂടെ സഹകരിച്ച് പിന്നെ ഇവിടെ ചോറ്റാനിക്കരെ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ അവിടെ ഇരുത്തി. അതിനുശേഷം ഇതുവരെ ശല്യമൊന്നുമില്ല. ഞാനിത് പറയാൻ കാര്യം, ഈ ആത്മഹത്യയെ പറ്റിയുള്ള ചോദ്യം വന്നപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ പരാശക്തി മെഡിറ്റേഷൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തിടയ്ക്ക് തന്നെ സത്യസായി ബാബയുടെ ഒരു വീഡിയോ ഞാൻ കാണാനുണ്ടായി. അത് 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിലും ഇങ്ങനെ ആത്മഹത്യ ചെയ്ത ആത്മാക്കൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇത് 1972 കാലഘട്ടങ്ങളിലുണ്ടായ ഒരു സംഭവമാണ്. അരവിന്ദ് ബാലസുബ്രഹ്മണ്യം അതിൽ വിശദീകരിക്കുന്നത്. അതിൽ ഇതിനെപ്പറ്റി സ്വാമി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങളോട് പറയാൻ തീരുമാനിക്കുന്നത്. അതായത് 1972 കാലഘട്ടങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. സ്വാമി അന്ന് കുറച്ച് ഭക്തരുടെ കൂടെ ഊട്ടിയിൽ സ്വാമിയുടെ ഒരു ആസ്ഥാനത്തേക്ക് യാത്ര നടത്തി. അതിലെ പ്രധാനപ്പെട്ട 2 പേരായിരുന്നു. ഒന്ന് ഡയാന ബാസ്കിൻസൺ എന്ന് പറയുന്ന ഒരു വിദേശി വനിതയാണ്, അവരുടെ ഭർത്താവും. പിന്നെ മർഫെറ്റ്സ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ, അതായത് സത്യസായി ബാബയുടെ ജീവിത ചരിത്രം എഴുതിയാണ് അദ്ദേഹം. സത്യസായി ബാബ ദ ഗോഡ് ഓഫ് മിറാക്കിൾ എന്നൊരു ബുക്ക് എഴുതിയിട്ട് അതിലൂടെ ഒരുപാട് വിദേശികൾ ആ ബുക്കിലൂടെ സ്വാമിയെ പറ്റി അറിഞ്ഞ് സ്വാമിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ അത്രയ്ക്കും ബാബയുടെ ക്ലോസ് ആയിട്ടുള്ള ഡിവോട്ടി ആയിരുന്നു അദ്ദേഹം. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഊട്ടിയിലെത്തി അവിടെ ഒരു പഴയ ബംഗ്ലാവായിരുന്നു. അതിന് 2 നിലയുണ്ട്. അപ്പോൾ അതിലെ മുകളിലത്തെ നിലയിലാണ് സ്വാമി താമസിച്ചിരുന്നത്. താഴത്തെ നിലയിൽ ഡയാന ആൻഡ് ഭർത്താവും, പിന്നെ മറ്റേ മുറിയിൽ മുഫെറ്റ്സും. അപ്പോൾ അങ്ങനെയാണ് താമസിച്ചത്. അപ്പോൾ അന്ന് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഇതുപോലെ തന്നെ എൻ്റെ അനുഭവമായിട്ട് ഞാൻ കമ്പയർ ചെയ്തത് കേട്ടപ്പം ഡയാനയ്ക്ക് ഉറക്കത്തിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ട് എന്ന് തോന്നി. ഞെട്ടി എഴുന്നേറ്റു. അവർക്ക് തോന്നി അവർ വെളിയിൽ നിൽക്കുന്നുണ്ട്, ഇവർ ഉറങ്ങി പോവുകയാണെങ്കിൽ അത് വന്ന് ഉത്തരവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ട് അവർ ഞെട്ടി എഴുന്നേറ്റു. നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. 1972 കാലഘട്ടമാണ്. അപ്പോൾ അവർ ചിമ്മിനി വിളക്കാണുള്ളത്. അത് കത്തിച്ചപ്പോൾ ഒന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ അവർ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും, അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്ക് ഭയം വിട്ടുമാറുന്നില്ല. അവർ ഭർത്താവിനോട് പറഞ്ഞു, രാവിലെ വരെ ഈ വിളക്ക് ഇവിടെ കത്തിച്ചു വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ചു. ഇവർക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. കാരണം ഇവർക്കൊരു തോന്നലാണ്, ഇവർ ഉറങ്ങുകയാണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് എനർജി, അതായത് അവർക്ക് വല്ലാത്തൊരു വെറുപ്പും ദേഷ്യവും ഒക്കെ കലർന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആത്മാവ് വന്ന് ആക്രമിക്കുമെന്നൊരു തോന്നൽ അവർക്കുള്ളത് കൊണ്ട് അവർ ഉറങ്ങാതെ കഴിച്ചു കൂട്ടി. അപ്പോൾ രാവിലെ ആയപ്പോൾ ഇവർ മഫേഴ്സിനോട് ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആദ്യം പുച്ഛിച്ചള്ളി, ഇവിടെ സ്വാമി ഉള്ളപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുമോ അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് കളിയായിട്ടെടുത്തു.
പക്ഷെ അന്ന് രാത്രി അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആരോ പിടിച്ച് ഞെക്കുന്ന പോലെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി, ഭയങ്കര ഫോഴ്സ്ഫുള്ളി. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴേക്കും അദ്ദേഹത്തിന് ചെസ്റ്റ് പെയിൻ, വല്ലാത്ത ചെസ്റ്റ് പെയിനും അനുഭവപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഡയാന പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് എന്ന്. അങ്ങനെ ഇവര് സ്വാമിയോട് ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ സ്വാമി അത് ഉടനെ സീരിയസ് ആയിട്ട് ഉത്തരം പറഞ്ഞു, ശരിയാണ്, ഇവിടെ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പുറന്തള്ളണമെന്നുണ്ടെങ്കിൽ ഒരു വഴി സ്വാമി പറഞ്ഞത്, ഒന്ന് ഭഗവത് നാമകീർത്തനങ്ങളും പിന്നെ ഭജനയും. ഇത് തുടർച്ചയായിട്ട് ഈ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജിക്കും, അതായത് ആ ബംഗ്ലാവിലുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിക്കും അവിടെ തങ്ങാൻ പറ്റില്ല എന്നാണ് സ്വാമി പറഞ്ഞു. നോക്കൂ, നാമസങ്കീർത്തനത്തിന്റെ ഒരു ശക്തിയാണ് കാണിക്കുന്നത്. ഭഗവൻ നാമങ്ങൾ ജപിക്കുന്നിടത്ത് ഒരു നെഗറ്റിവിറ്റിക്കും വരാൻ പറ്റില്ല. ഭഗവാന്റെ ഭജനകള്, ഭഗവാന്റെ കീർത്തനങ്ങൾ വെക്കുന്നിടത്ത് അല്ലെങ്കിൽ കീർത്തനങ്ങൾ ചൊല്ലുന്നിടത്ത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി പോലും ഭഗവത് നാമ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കളയാൻ പറ്റും. നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് സച്ചരിത പാരായണം അല്ലെങ്കിൽ രാമായണ പാരായണം എല്ലാം നടത്തുന്നുണ്ട് ഗ്രൂപ്പിൽ, അല്ലെ? എല്ലാ ദിവസവും പരാശക്തി മെഡിറ്റേഷനിൽ ദേവിയുടെ കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് മാറ്റം വന്നത്. എങ്ങനെയാണ് മാറ്റം വരുന്നത്? ദിവ്യമായ ചൈതന്യമുള്ള നാമങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയും പുറത്തു പോകും, നമ്മുടെ പരിസരം ആകെ ശുദ്ധമാവും. അതാണ് നാമസങ്കീർത്തന ഘോഷയാത്രയൊക്കെ സ്വാമി നടത്തിയിരുന്നത്. ഒരു ഗ്രാമത്തിന് ചുറ്റും നാമം ചൊല്ലിക്കൊണ്ട് വലം വയ്ക്കുമ്പോൾ ആ ഗ്രാമം പ്രൊട്ടക്റ്റഡ് ആവും. ഒരു ക്ഷേത്രത്തിന്റെ അടുത്തുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലുള്ള നാമജപവും ആ ക്ഷേത്രത്തിലുള്ള പൂജകളും കൊണ്ട് ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വീടുകളെല്ലാം ശുദ്ധമാവും. അപ്പോൾ അന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഭഗവതിയുടെ അമ്പലം തൊട്ടടുത്തുള്ളപ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന്. അതിനുള്ള ഉത്തരം സ്വാമിയുടെ ഈ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നുണ്ട്. അതായത് ഡയാനയൊക്കെ തിരിച്ച് പുട്ടപ്പർത്തിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പഴയ ഡിവോട്ടീസ്, അതായത് 1940s മുതൽ 1940 മുതൽ സ്വാമിയുടെ കൂടെയുള്ള പഴയ ഡിവോട്ടീസിനോട് ഇത് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ അവരത് ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് സ്വാഭാവികമാണ്. കാരണം സ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നാഥനാണ്. ദൈവം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ മാത്രം അധിപനല്ല, എല്ലാ തരത്തിലുള്ള സോൾസിൻ്റെയും ശരണമാണ് സ്വാമി. അതുകൊണ്ട് സ്വാമിയെ കാണാനായിട്ട് സ്വാമി ഉള്ളിടത്തേക്ക് അങ്ങനെയുള്ള സ്പിരിറ്റുകളും വരും. നിങ്ങളുടെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ ഇതിന്ന് പഠിക്കേണ്ട പാഠം അതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ നാമജപം, എൻ്റെ അനുഭവത്തിൽ തന്നെ ദേവിയുടെ നാമം ജപിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അത് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ നാമജപത്തിലൂടെയും ഭജനയിലൂടെയും നമുക്ക് ഇത് ഇങ്ങനത്തെയുള്ള എനർജീസിനെ മാറ്റി നിർത്താം. അപ്പോൾ സ്വാമിയുടെ കാര്യത്തിൽ പറയുന്നതിൻ്റെ തുടക്കകാലത്ത് അങ്ങനെ ഭയങ്കര തിരക്കൊന്നും ഇല്ലാതിരുന്ന കാലത്ത് സ്വാമിയെ കാണാനായിട്ട് ഇതുപോലത്തെ സോൾസ് പ്രവേശിച്ചവർ വരുമായിരുന്നു. അതായത് പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറയുന്നവർ സ്വാമിയെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ സ്വാമി അവരെ സുഖപ്പെടുത്തുമായിരുന്നു. അപ്പോൾ ഈ സ്വാമിയെ കാണാനായിട്ട് വരുന്നത് നല്ല സോൾസ് മാത്രമല്ല, ഇതിൽ സ്വാമി ഇതിനെ പറഞ്ഞ ഒരു എന്താ പറയുക, കണ്ണമ്മ എന്ന് പറയുന്ന ഒരു ഡിവോട്ടി എഴുതിയ ഭാഗവത വാഹിനിയിലെ ഒരു ഭാഗം അരുൺ ബാലസുബ്രഹ്മണ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്വാമി പറയുന്നുണ്ട്, നമ്മൾ ഒരു വാടകയ്ക്ക് എടുത്ത ഒരു വീട് പോലെയാണ് നമ്മുടെ ശരീരം. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു വാടക വീടാണ് നമ്മുടെ ശരീരം. അപ്പോൾ എപ്പോഴാണോ നമുക്ക് ആ വാടക വീട് ഒഴിഞ്ഞു പോകേണ്ട സമയമാവുന്നത്, അപ്പോഴേക്കും നമ്മൾ വേറൊരു വാടക വീട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു സമയം, അലോട്ടഡ് ആയിട്ടുള്ള സമയത്തിന് മുമ്പ് പോകുമ്പോൾ പുതിയൊരു വീട് കിട്ടാനുള്ള അർഹതയും ഇല്ല, പഴയ വീട് ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ദേ ആർ സ്ട്രാൻഡഡ്, അതായത് അവര് അലഞ്ഞു തിരിയേണ്ട അവസ്ഥയാണ് വരുന്നത്. ഒരു വല്ലാത്ത അവസ്ഥയാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ് എന്ന് സ്വാമിയും ഉറച്ചു പറയുകയാണ്. അതായത് സ്വാമിയോട് ഒരാൾ ചോദിച്ചപ്പോൾ സ്വാമി ഉത്തരം പറയുകയാണ്, നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ കർമ്മ ക്ലെൻസിങ് ആണ്. നിങ്ങളുടെ കർമ്മങ്ങൾ അനുഭവിച്ച് തീർത്ത്, എത്രയും പെട്ടെന്ന് അനുഭവിച്ച് തീർത്ത് പിന്നെ സത്കർമ്മങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടുക. അതാണ് നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ. അല്ലാതെ നമ്മൾ ഈ ശരീരം വിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ പുതിയൊരു ശരീരവും ഇല്ല, വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചെല്ലും. കാരണം അതിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സാധാരണ മനുഷ്യൻ്റെ കാര്യത്തിൽ, ഡിവോട്ടീസിൻ്റെ കാര്യത്തിലല്ല,
ഒരു സാധാരണ മനുഷ്യന്റെ കാര്യത്തിൽ ജനിക്കുന്ന ആ സമയത്ത് 15 മിനിറ്റും മരിക്കുന്ന ആ സമയത്ത് 15 മിനിറ്റും പിന്നെ വിവാഹ സമയത്ത് അരമണിക്കൂറുമാണ് ഈശ്വര സാന്നിധ്യം ഏറ്റവും അധികം ഉണ്ടാവുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും അധികം ഈശ്വര സാന്നിധ്യമുള്ള സമയം. അതുകൊണ്ടാണ് ഈ വിവാഹം എല്ലാം നമ്മൾ മംഗളകരമായ മുഹൂർത്തത്തിൽ മംഗളകരമായ രീതിയിൽ നടത്തുന്നത്. കാരണം 2 സോൾസ് ഒരുമിച്ച് ചേരുമ്പോൾ ആ സമയത്ത് ഭഗവാന്റെ പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് മാത്രമാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാവുക. അതായത് നാച്ചുറലി മരിക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം ഉണ്ടാവും എന്ന് പറയാം. പക്ഷെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ആ ഈശ്വര സാന്നിധ്യം അവിടെ ഇല്ല. അവർ സ്വന്തം ശരീരം വിട്ടു പോകുമ്പോൾ അവരെ ഭയപ്പെടുത്താനായിട്ട് ഇതുപോലുള്ള നെഗറ്റീവ് ആത്മാക്കൾ അവിടെ ഉണ്ടാവും എന്നാണ് പറയണത്. അവർ വല്ലാതെ ഭയപ്പെട്ടു പോകും. പിന്നെ ഒരുപാട് കാലം അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പിന്നെ അവർ ആ ഒരു ട്രോമയിൽ നിന്ന് മുക്തരാവാനായിട്ടാണ് ഈ മറ്റുള്ളവരുടെ ശരീരം പൊസസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് സ്വാമി പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ കർമ്മ ക്ലെൻസിങ് ആണ് നടക്കുന്നത് ബുദ്ധിമുട്ടുകളിലൂടെ പോകുമ്പോൾ. ചിലപ്പോൾ കുറച്ചു കാലം കൂടെ പിടിച്ചു നിന്നാൽ മതിയായിരിക്കും. നമ്മൾ ഷിർദി സായിബാബയുടെ സച്ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരു ഭക്തൻ പോയപ്പോൾ പാപ പറഞ്ഞത്, ഇത്രയേ അനുഭവിച്ചില്ലേ, ഇനി ബാക്കി കൂടെ അനുഭവിക്കാൻ ഇത്രയധികം ഒന്നുമില്ല, പിന്നെ എന്തിനാണ് ഒരു പാപം ചെയ്ത് വീണ്ടും നിങ്ങൾ എന്താ പറയുക ദുഷ്കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരാളെങ്കിലും കേൾക്കട്ടെ. കാരണം ഒരു സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് ഒരുപാട് കേൾക്കുന്നു. വിവാഹ പ്രശ്നങ്ങൾ മാത്രമല്ല, ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം പ്രകൃതിയുമായിട്ട് അകന്നു പോയതുകൊണ്ട് ഡിപ്രഷൻ കൂടി വരികയാണ്. അത് പ്രകൃതിയുമായിട്ട് അകന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഡിപ്രഷൻ വരുന്നത്. കാരണം ഈ ഇലക്ട്രോണിക്സ് മീഡിയയുടെ ഒരു മായാവലയത്തിൽ പെട്ട കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് ഡിപ്രഷൻ വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ ഒഴിവാക്കുക. ഭഗവാൻ ഉണ്ട് എന്നൊരു തോന്നല് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ടി ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം, അറിയുന്നവർ പറയണം. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ വെളിനാട്ടിൽ ഇപ്പോഴും ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയ ആൾക്കാർ ഇപ്പോഴും അവിടെ ജീവനോടെ ഉണ്ട്. അപ്പോൾ അത് ഉള്ള സംഭവമാണ്. പക്ഷെ നമുക്ക് പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ഓരോ സ്ട്രെങ്തൻ ചെയ്താൽ മതി. ഭഗവൻ നാമജപത്തിലൂടെയും മെഡിറ്റേഷനിലൂടെയും നമ്മൾ ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തിലേക്ക് നമ്മളെ എത്തിക്കുമ്പോൾ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിക്കും നമ്മളെ തൊടാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം. എന്താ വെച്ചാൽ ഒരു നിമിഷത്തിൻ്റെ ദൗർബല്യത്തിലായിരിക്കും ഈ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ അങ്ങനെ പോയി ചെയ്യുന്നത്. വല്ലാത്ത ഡിപ്രഷനിലായിരിക്കും. അവരോടൊന്ന് സംസാരിക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ, അവരെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല. അതുകൊണ്ട് ആരെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ദയവായി മാതാപിതാക്കൾ, ഈ പെൺകുട്ടികളൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ടോർച്ചറിങ് എന്ന് പറയുമ്പോൾ അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്ന് പറയാതെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മാത്രമേ ഉള്ളൂ. കാരണം അവരെ ആ സമയത്ത് ഒരു ആശ്രയത്തിന് വേണ്ടിയായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനത്തെ കടുകയൊന്നും ചെയ്യില്ല. അവർ ഇത്ര വലിയൊരു ദുരിതത്തിലേക്ക് മാതാപിതാക്കൾ ദയവായി തള്ളി വിടാതിരിക്കുക. കാരണം ഈ മരിച്ചുപോയ പെൺകുട്ടികളുടെ എല്ലാം പേരൻസ് പറയുന്നത് അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, പീഡനങ്ങൾ. പിന്നെ എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തില്ല? അത് മാത്രമല്ല, പിന്നെ ഡിപ്രഷനിൽ പെട്ടിട്ട് അങ്ങനെയും കുറേ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒറ്റയുള്ളൊരു പോംവഴി എന്ന് വെച്ചാൽ ഡിപ്രഷനൊക്കെ വരുന്നത് ആൾക്കാർ അവരവരിലേക്ക് ചുരുങ്ങി പോകുമ്പോഴാണ്. ഇടയ്ക്കൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി അവിടെ ദുരിതാനുഭവിക്കുന്ന ആൾക്കാരെ കാണുകയാണെങ്കിൽ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പെറ്റിയായിട്ടുള്ള വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഡിപ്രഷൻ ചെയ്യുന്നവർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. സമൂഹത്തിലേക്ക് ഇറങ്ങുക. എത്രയോ ആൾക്കാർ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് കാണാം, അസുഖങ്ങളുള്ള ആൾക്കാർ. അല്ലെങ്കിൽ എത്രയോ പേര് പട്ടിണി മാറ്റാനായിട്ട് ജീവിതത്തിനോട് യുദ്ധം ചെയ്ത് ജീവിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുമ്പോൾ അത് ഒരുപാട് ഗ്രേസ് കൊണ്ടുവരിക ചെയ്യുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് ഒന്നും വേണ്ട, നല്ല വാക്ക് പറഞ്ഞാൽ മതി. പലപ്പോഴും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർക്ക് ഗുരു കൂടെയുണ്ട്, ഭഗവാൻ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം അറിയാം. ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. അപ്പോഴാണ് ഒരു ഗുരുവിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യത്തിൻ്റെ, ഈശ്വരൻ്റെ കഴിവിൽ വിശ്വസിക്കുന്ന, ഭഗവാൻ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ ആ ഒരു ശക്തി മനസ്സിലാവുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഉടനീളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു പരീക്ഷണ കർമ്മഭൂമിയാണ് നമ്മൾ വന്നിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാത്തരം എക്സ്പീരിയൻസിലൂടെയും കടന്നു പോയാൽ മാത്രമാണ് ഒരു സോളിന് ഒരു മെച്യൂരിറ്റി കിട്ടുകയുള്ളൂ.
അപ്പോൾ അതിന് നമ്മൾ കടന്നു പോകുമ്പോൾ ഭഗവാൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലെ ഒരു ഗുരു കൂടെയുണ്ട് എന്ന് പറയുമ്പം അത് അവർക്കൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് ഒരു നല്ല വാക്ക് പറയുക. ഇതല്ലെങ്കിൽ നാളെ അവരുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് പറയുക. ഈ ആത്മഹത്യ ചെയ്തതിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കുന്നവർ അറിയുക, നിങ്ങൾ വലിയൊരു പാപം മാത്രമല്ല, നിങ്ങളൊരു വലിയ കുരുക്കിലേക്കാണ് ചെന്ന് ചാടുന്നത് എന്ന്. പിന്നെ ഒരു ജന്മം കിട്ടാൻ, ഒരു മനുഷ്യജന്മം പോട്ടെ, ഒരു ശരീരം കിട്ടാനായിട്ട് നിങ്ങൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും. നാമം ജപിക്കുക, പിന്നെ ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുക. നമുക്കെല്ലാവർക്കും വെളിച്ചം തരാനായിട്ട് നമ്മുടെ ഗുരു കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.